ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി ലെമൺ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെയാണ് ലെമൺ റൈസ് തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 സ്പൂണ് കടലപ്പരിപ്പ് ചേർക്കാം. ഒപ്പം ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇതിൻ്റെ കളറെല്ലാം ഏകദേശം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക്, ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കാം. ഏകദേശം ഇത്രയും മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്ത് ചട്ടീൻ്റെ ചൂടൊക്കെ ഏകദേശം കുറഞ്ഞതിന് ശേഷം ഒരു അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. തീ ഓഫ് ചെയ്ത് ചട്ടീൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചോറിന് കയ്പ്പ് വരും. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് പൊന്നിയരി ഉപ്പിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പോയി ചോറ് ഒന്നോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി വേവിച്ച ചോറ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.